ലോക്സഭാ തെരഞ്ഞെടുപ്പ് തീയതികൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. 7 ഘട്ടങ്ങളായാണ് തെരഞ്ഞെടുപ്പ് നടക്കുക. വോട്ടെണ്ണൽ ജൂൺ 4-ന് നടക്കും. ഏപ്രിൽ 19-ന് ആദ്യഘട്ടം, ഏപ്രിൽ 26, മെയ് 7, മെയ് 13, മെയ് 20, മെയ് 25, ജൂൺ 1 എന്നീ തീയതികളിൽ മറ്റ് ഘട്ടങ്ങളിലെ തെരഞ്ഞെടുപ്പ് നടക്കും. കേരളത്തിൽ ഏപ്രിൽ 26-നാണ് തെരഞ്ഞെടുപ്പ്. തീയതികൾ പ്രഖ്യാപിച്ചതോടെ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടവും നിലവിൽ വന്നു. അതേസമയം നിയമസഭാ തെരഞ്ഞെടുപ്പ് തീയതികളും പ്രഖ്യാപിച്ചു. 26 നിയമസഭാ സീറ്റുകളിലേക്ക് ഉപതെരഞ്ഞെടുപ്പും നടക്കും. തെരഞ്ഞെടുപ്പ് നടത്തിപ്പൊരുക്കങ്ങൾ പൂർണ്ണ സജ്ജമെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷണർ അറിയിച്ചു. ഏപ്രിൽ 4-നാണ് പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതി. സൂക്ഷ്മ പരിശോധന ഏപ്രിൽ 5-നും പത്രിക പിൻവലിക്കാനുള്ള അവസാന തീയതി ഏപ്രിൽ 8-നും നടക്കും. विश्व का सबसे बड़ा लोकतांत्रिक त्योहार है. 543 parliamentary constituencies, of which 84 are reserved for SCs and 47 are reserved for STs. We'll do it in 7 phases. Phase 1, 19 अप्रैल को यहाँ वोटिंग होगी. Second phase, date of poll will be 26th of April. Phase 3, date of poll will be 7th of May. Fourth phase में और date of polling would be 13th of May. Fifth phase 20 मई तक date of poll होगी. Phase 6th में finishing on 25th of May 2024. Last phase, 7th phase, polling on 1st of June. Phase 1 में 102 constituencies, Phase 2 में 89, Phase 3 में 94, Phase 4 में 96, 49, 57, 57. Date of counting in the entire country would be 4th of June for all by-elections, for the assembly elections, for the parliamentary elections. കൂടുതൽ വിവരങ്ങളുമായി ഗൗതം അനന്തനാരായണൻ ചേരുന്നുണ്ട്. ഗൗതം, ആ തെരഞ്ഞെടുപ്പ് തീയതികളുടെ പ്രഖ്യാപനത്തിനൊപ്പം തന്നെ കൃത്യമായ മാർഗനിർദ്ദേശങ്ങൾ കൂടി തെരഞ്ഞെടുപ്പ് കമ്മീഷണർ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. എങ്ങനെ നോക്കിക്കാണാം? വിഷ്ണു, ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ തീയതി മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ രാജീവ് കുമാർ പ്രഖ്യാപിച്ച് കഴിഞ്ഞിരിക്കുന്നു. ഇനിയും തെരഞ്ഞെടുപ്പിന്റെ യഥാർത്ഥ ചൂടിലേക്ക് നമ്മുടെ രാഷ്ട്രം നീങ്ങുകയാണ്. 18ാം ലോക്സഭയിലേക്കുള്ള നിർണായക തെരഞ്ഞെടുപ്പ് 7 ഘട്ടമായാണ് ഇത്തവണയും നടക്കുക. 17ാം ലോക്സഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പും 7 ഫേസായാണ് 2019 നടന്നതെങ്കിൽ ഈ തവണയും തെരഞ്ഞെടുപ്പ് 7 ഘട്ടമായി തന്നെ നടക്കുന്നു എന്നുള്ളതാണ്. ആദ്യഘട്ട തെരഞ്ഞെടുപ്പ് നടക്കുന്നത് ഏപ്രിൽ മാസം 19-ാം തീയതിയാണ്. ഇതിന്റെ വിജ്ഞാപനം, ഈ ആദ്യഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കുന്ന മണ്ഡലങ്ങളിലെ തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം ഈ മാസം 20-ാം തീയതി പുറപ്പെടുവിക്കും എന്നുള്ളതാണ്. ഏറെ ആകാംക്ഷയോടെ മലയാളികൾ നോക്കുന്ന ആ ഡേറ്റ് ഏപ്രിൽ 26 തന്നെയാണ്. കാരണം കേരളത്തിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏപ്രിൽ 23-നാണ് വോട്ടെടുപ്പ് നടന്നതെങ്കിൽ ഇത്തവണ ഏപ്രിൽ 26-ാം തീയതിയാണ് കേരളത്തിലെ 20 ലോക്സഭാ മണ്ഡലങ്ങളും പോളിംഗ് ബൂത്തിലേക്ക് നീങ്ങുന്നത്. കേരളത്തിൽ ഒറ്റ ഫേസായി തന്നെ ഇത്തവണയും ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടത്തുന്നു എന്നത് ശ്രദ്ധേയമാണ്. ഒപ്പം കേരളത്തിൽ തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം പുറപ്പെടുവിക്കുന്നത് മാർച്ച് മാസം, ഈ മാസം 28-ാം തീയതിയാണ്. ഈ മാസം 28 മുതൽ ഏപ്രിൽ മാസം 4-ാം തീയതി വരെ സ്ഥാനാർത്ഥികൾക്ക് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാം. ഏപ്രിൽ 5-ാം തീയതി സൂക്ഷ്മ പരിശോധന നടക്കും. ഈ പത്രിക പിൻവലിക്കുവാനുള്ള അവസാന തീയതി ഏപ്രിൽ 8, പിന്നീട് ഏപ്രിൽ 26-ന് പോളിംഗ് നടക്കുന്നു. 7 ഫേസിന്റെയും അവസാനം ജൂൺ മാസം 4-ാം തീയതിയാണ് മുഴുവൻ മണ്ഡലങ്ങളുടെയും തെരഞ്ഞെടുപ്പ് ഫലം അറിയുക. അതിനാൽ കേരളത്തിൽ ഏപ്രിൽ 26-ന് വോട്ടെടുപ്പ് കഴിഞ്ഞാൽ പിന്നീട് 39 ദിവസത്തെ കാത്തിരിപ്പുണ്ട് ഈ തെരഞ്ഞെടുപ്പിന്റെ ഫലം അറിയാൻ എന്നതും ശ്രദ്ധേയമാണ്. ഇന്ന് മുതൽ 41 ദിവസം, ഇന്നേക്ക് 41-ാം നാൾ കേരളം പോളിംഗ് ബൂത്തിലേക്ക് നീങ്ങുമ്പോൾ 26-ന് വോട്ടെടുപ്പ് പൂർത്തിയായി കഴിഞ്ഞാൽ പിന്നീട് 39 ദിവസം കഴിഞ്ഞ് ജൂൺ മാസം 4-ാം തീയതിയെ തെരഞ്ഞെടുപ്പിന്റെ ഫലം അറിയാൻ കഴിയൂ എന്നതുകൂടി ഇതോടൊപ്പം കൂട്ടിവായിക്കണം. എന്തായാലും ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ തീയതി പ്രഖ്യാപിക്കുന്നു. 7 ഘട്ടമായി വോട്ടെടുപ്പ് നടക്കുന്നു. ഒപ്പം 4 സംസ്ഥാനങ്ങളിലേക്കുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പ് കൂടി ഇന്നിപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. വടക്കു കിഴക്കൻ മേഖലയിൽ നിന്നുള്ള അരുണാചൽ പ്രദേശ്, സിക്കിം സംസ്ഥാനങ്ങൾ, ഒപ്പം ദക്ഷിണ ഭാരതത്തിലെ ആന്ധ്രാപ്രദേശും ഒഡീഷയും, ഈ 4 സംസ്ഥാനങ്ങൾ വർഷങ്ങളായി തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പിനൊപ്പം തന്നെ നിയമസഭയിലേക്ക് വിധി എഴുതുന്ന 4 സംസ്ഥാനങ്ങളാണ്. ഇത്തവണയും അതിൽ മാറ്റമില്ല. പക്ഷേ ജമ്മു കശ്മീർ സംബന്ധിച്ച പ്രഖ്യാപനം ഉണ്ടായില്ല. സുരക്ഷാ കാരണങ്ങൾ, അതോടൊപ്പം തന്നെ മറ്റു ചില സാങ്കേതികമായ വശങ്ങൾ കൂടി ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിനൊപ്പം ജമ്മു കശ്മീരിൽ തെരഞ്ഞെടുപ്പ് ഇല്ല എന്ന് പറയുന്നത്. പക്ഷേ വളരെ വേഗത്തിൽ തന്നെ ജമ്മു കാശ്മീരിലും നിയമസഭാ തെരഞ്ഞെടുപ്പ് നടത്തും എന്ന് ഇലക്ഷൻ കമ്മീഷണർ അറിയിച്ചു. വിഷ്ണു. ഗൗതം, അതോടൊപ്പം തന്നെ നിലവിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് തീയതികളും പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഒരുപക്ഷെ അതിന്റെ തീയതികളൊക്കെ ഏത് തരത്തിലാണ്?
വിഷ്ണു, 4 സംസ്ഥാനങ്ങളിലേക്കുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പുകളാണ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിനൊപ്പം നടക്കുന്നത്. ഇതിൽ സിക്കിമിൽ ഏപ്രിൽ മാസം 19-ാം തീയതി നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കും. 32 അംഗ നിയമസഭയാണ് സിക്കിമിലേത്. ഏറ്റവും ജനസംഖ്യ കുറവുള്ള സംസ്ഥാനം എന്ന സവിശേഷത സിക്കിമിനുണ്ട്. അതിനാലാണ് കേവലം 32 മണ്ഡലങ്ങൾ മാത്രമുള്ള ഒരു ചെറു സംസ്ഥാനമാണ്. അവിടെ ഏപ്രിൽ മാസം 19-ന് സിക്കിമിൽ തെരഞ്ഞെടുപ്പ്. ഒഡീഷയിൽ 4 ഘട്ടമായി വോട്ടെടുപ്പ് നടക്കുന്നു. അരുണാചൽ പ്രദേശിൽ ഏപ്രിൽ 13-ന് വോട്ടെടുപ്പ് നടക്കുന്നുണ്ട്. ആന്ധ്രാപ്രദേശിലും മെയ് 13-നാണ് തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇതിൽ 2 സംസ്ഥാനങ്ങൾ സിക്കിമും അതോടൊപ്പം തന്നെ അരുണാചൽ പ്രദേശും BJP നേതൃത്വം നൽകുന്ന NDA അധികാരത്തിലിരിക്കുന്ന സംസ്ഥാനമാണ്. അരുണാചൽ പ്രദേശ് 60 അംഗ നിയമസഭയാണ്. ഇവിടെ 2016 മുതൽ BJPയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ അധികാരത്തിലിരിക്കുന്നു. പെമാ ഖണ്ഡു ആണ് അവിടെ മുഖ്യമന്ത്രി. 2016-ൽ വലിയ തോതിലുള്ള രാഷ്ട്രീയ അട്ടിമറി എന്ന് തന്നെ വിശേഷിപ്പിക്കണം. കോൺഗ്രസിൽ നിന്നും അതോടൊപ്പം തന്നെ അരുണാചലിലെ മറ്റ് പ്രാദേശിക പാർട്ടികളിൽ നിന്നും ഒറ്റ ഘട്ടമായി MLA-മാർ BJPയിലേക്ക് എത്തുകയും അവിടെ BJP സർക്കാർ രൂപീകരിക്കുകയായിരുന്നു. പിന്നീട് 2019-ലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ആകുമ്പോൾ അരുണാചൽ പ്രദേശിൽ BJPക്ക് ഭരണ തുടർച്ച ലഭിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. ഈ തവണയും സംസ്ഥാനത്ത് BJPക്ക് ഭരണ തുടർച്ച ലഭിക്കും എന്ന് ഏതാണ്ട് ഉറപ്പാണ്. അടുത്ത കാലത്ത് വടക്കുകിഴക്കൻ മേഖലയിൽ നടന്ന തെരഞ്ഞെടുപ്പുകളിലെല്ലാം BJPയുടെ വലിയ അപ്രമാദിത്യം നമ്മൾ കണ്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് ക്രിസ്ത്യൻ ഭൂരിപക്ഷ സംസ്ഥാനങ്ങളിൽ ഉൾപ്പെടെ BJP നടത്തിയിട്ടുള്ള മുന്നേറ്റങ്ങൾ സമാനതകളില്ലാത്തതാണ് നോർത്ത് ഈസ്റ്റിൽ. അതിനാൽ അരുണാചൽ പ്രദേശിലും BJP ഭരണം തുടർഭരണം എന്ന പ്രവചനം ശക്തമാണ്. സിക്കിമിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പ്രത്യേക രാഷ്ട്രീയ പശ്ചാത്തലമുള്ള ഒരു സംസ്ഥാനമാണ്. 2 പ്രാദേശിക കക്ഷികൾക്കിടയിലാണ് വലിയ മത്സരം. ഒന്ന് സിക്കിം ക്രാന്തികാരി മോർച്ച, അത് BJP നേതൃത്വം നൽകുന്ന നോർത്ത് ഈസ്റ്റ് ഡെമോക്രാറ്റിക് അലയൻസിന്റെ സഖ്യകക്ഷിയാണ്. ഇപ്പോഴത്തെ മുഖ്യമന്ത്രി പ്രേം സിംഗ് തമാങ്ങിന്റെ നേതൃത്വത്തിലുള്ള സിക്കിം ക്രാന്തികാരി മോർച്ച. ഒപ്പം ഏതാണ്ട് 24 വർഷക്കാലം 1994 മുതൽ 2019 വരെ സിക്കിമിൽ അധികാരത്തിലിരുന്ന മുഖ്യമന്ത്രി പവൻകുമാർ ചാംലിംഗിന്റെ സിക്കിം ഡെമോക്രാറ്റിക് ഫ്രണ്ട് തമ്മിലുള്ള മത്സരമുണ്ട്. ഒപ്പം BJP ഒരു നിർണായക ശക്തിയായി ഇപ്പോൾ സിക്കിമിൽ വളർന്നു വരികയാണ്. 10 MLA-മാർ സിക്കിം നിയമസഭയിൽ നിലവിൽ BJPക്കുണ്ട്. പക്ഷെ അത് തെരഞ്ഞെടുപ്പിലൂടെ വിജയിച്ചു എന്ന് പറയാൻ സാധിക്കത്തില്ല. മറിച്ച് സിക്കിം ഡെമോക്രാറ്റിക് ഫ്രണ്ടിന്റെ MLA-മാർ പിന്നീട് BJPയിലേക്ക് എത്തുകയായിരുന്നു. അതിനാൽ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് BJPക്കും വളരെ നിർണായകമാണ്. തെരഞ്ഞെടുപ്പിലൂടെ MLA-മാരെ വിജയിപ്പിക്കുക എന്ന വലിയ ലക്ഷ്യം BJPയെ സംബന്ധിച്ച് സിക്കിമിലുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഒപ്പം ഒഡീഷയും ആന്ധ്രാപ്രദേശും 2 സംസ്ഥാനങ്ങൾ 147 നിയമസഭാ മണ്ഡലങ്ങളുള്ള സംസ്ഥാനമാണ്. ഒഡീഷ നമുക്കറിയാം 2000 മുതൽ ഏതാണ്ട് 24 വർഷമായി 2000 മാർച്ച് 4-ാം തീയതിയാണ് ഒഡീഷയുടെ മുഖ്യമന്ത്രിയായി നവീൻ പട്നായിക് അധികാരമേറ്റത്. ഇപ്പോൾ 24 വർഷമായി നവീൻ പട്നായിക്കിന്റെ ഭരണം തുടരുന്ന സംസ്ഥാനമാണ്. അവിടെ BJPയും ബിജു ജനതാദളും സഖ്യമായി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സഖ്യമുണ്ടാകുമോ ഇല്ലയോ എന്നത് സംബന്ധിച്ചൊരു വ്യക്തത ഇപ്പോൾ വന്നിട്ടുള്ള സഖ്യ ചർച്ചകൾ തുടരുന്നതേ ഉള്ളൂ. എന്തായാലും ബിജു ജനതാദൾ ഒറ്റയ്ക്ക് മത്സരിക്കുകയാണെങ്കിൽ BJPയും BJDയും തമ്മിലുള്ള മത്സരമാകും ഒഡീസയിൽ നടക്കുക. അതല്ല സഖ്യമാവുകയാണെങ്കിൽ കോൺഗ്രസ് ഒപ്പം BJPയും BJD സഖ്യത്തിനും തമ്മിൽ ഇടയിലുള്ള ഒരു വലിയ മത്സരം അവിടെ നടക്കും. നേരെ ആന്ധ്രാപ്രദേശിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നതിൽ ഏറ്റവും വലിയ സംസ്ഥാനം എന്ന് വിശേഷിപ്പിക്കേണ്ടത് ദക്ഷിണ ഭാരതത്തിലെ ആന്ധ്രാപ്രദേശാണ്. 175 നിയമസഭാ മണ്ഡലങ്ങളുള്ള സംസ്ഥാനമാണ്. നിലവിൽ YSR കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ജഗൻമോഹൻ റെഡ്ഡിയാണ് അവിടെ മുഖ്യമന്ത്രി. അദ്ദേഹത്തിന്റെ കക്ഷിയായിട്ടുള്ള YSRന്റെ വലിയ ഭൂരിപക്ഷം നമുക്ക് ആ നിയമസഭയിൽ കാണാം. പക്ഷേ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവിടെ ഒരു സവിശേഷത, വീണ്ടും അവിടെ TDP BJP സഖ്യം കളം പിടിച്ചിരിക്കുകയാണ്. കാരണം കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് TDP BJPയെ രൂക്ഷമായി വിമർശിക്കുകയും ദേശീയ തലത്തിൽ തന്നെ BJP സർക്കാരിനെതിരെ ചന്ദ്രബാബു നായിഡുവിന്റെ നേതൃത്വത്തിൽ TDP ചില നീക്കങ്ങളൊക്കെ നടത്തി. പിന്നീട് അത് വലിയ പരാജയമാകുന്ന ഒരു കാഴ്ച നമ്മൾ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കണ്ടതാണ്. കേവലം 3 ലോക്സഭാ സീറ്റിൽ മാത്രമായി TDP ആന്ധ്രാപ്രദേശിൽ ഒതുങ്ങി. ഒടുവിൽ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ആകുമ്പോൾ ചന്ദ്രബാബു നായിഡുവും സംഘവും വീണ്ടും NDA പാളയത്തിലെത്തി NDAക്കൊപ്പം നിൽക്കാൻ ശ്രമിച്ചു. അങ്ങനെ BJP അതോടൊപ്പം തന്നെ TDP ജനസേന തുടങ്ങിയ 3 രാഷ്ട്രീയ പാർട്ടികളുടെ സഖ്യമാണ് ആന്ധ്രാപ്രദേശിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ YSR കോൺഗ്രസിനെ നേരിടുന്നത്. അതിനാൽ YSR കോൺഗ്രസിനും ജഗൻമോഹനും ഈ തെരഞ്ഞെടുപ്പ് അത്ര സുഗമമായി കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് പോലെ അത്ര സുഗമമല്ല എന്നതാണ് വസ്തുത. രാഷ്ട്രീയ നിരീക്ഷകർ ആ രീതിയിലാണ് കാര്യങ്ങൾ നിരീക്ഷിക്കുന്നത്. എന്തായാലും ഈ 4 സംസ്ഥാനങ്ങളിൽ
നിയമസഭാ തെരഞ്ഞെടുപ്പിന് ലോക്സഭാ തെരഞ്ഞെടുപ്പിനൊപ്പം നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നു എന്ന സവിശേഷത കൂടിയുണ്ട്. ഒരുപക്ഷെ 2029 ആകുമ്പോൾ അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഘട്ടം എത്തുമ്പോഴേക്കും രാജ്യത്തെ മുഴുവൻ സംസ്ഥാനങ്ങളും ലോക്സഭാ തെരഞ്ഞെടുപ്പിനൊപ്പം തന്നെ നിയമസഭയിലേക്കും വിധി എഴുതുന്ന ഒരു പശ്ചാത്തലം ഉണ്ടായേക്കാം. വൺ നേഷൻ വൺ പോൾ അഥവാ ഒരു രാഷ്ട്രം ഒരു തെരഞ്ഞെടുപ്പ് എന്ന പ്രഖ്യാപനം അതൊരു വലിയ പ്രഖ്യാപനമായി കേന്ദ്ര സർക്കാർ മുന്നോട്ട് വെക്കുന്നു. അതിലേക്ക് രാജ്യം മെല്ലെ മെല്ലെ ചുവട് വെക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. അതിനിടയിലാണ് ഇപ്പോൾ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനവും കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തിയത്. വിഷ്ണു, യെസ്, വ്യക്തമാണ്. തെരഞ്ഞെടുപ്പ് തീയതികൾ പ്രഖ്യാപിച്ചതോടെ തെരഞ്ഞെടുപ്പ് കളം ആവേശമായി മാറുകയാണ്. ഗൗതമാണ് വിശദമായ റിപ്പോർട്ടുകൾ പങ്കുവച്ചത്.